ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ ഒരു 10:30 മണിയായിട്ടുണ്ടാവും. കുഞ്ഞുറങ്ങുന്ന സമയത്തിന് വീടൊക്കെ ഒന്ന് തൂക്കാമെന്ന് കരുതി. അതിനുശേഷം രാവിലത്തെ ഫുഡ് കഴിച്ചു. കഴിക്കാനായിട്ട് ദോശയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ഉഴുന്നുവടയും കൂടെ എടുത്തു. സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ചെടികൾ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്കാണ് കുഞ്ഞുണർന്നത്. പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നനയ്ക്കുന്നത്. ഈ ഒരു ബോട്ടിലിനകത്ത് നമ്മൾ മാക്സിമം പ്രഷർ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിനകത്ത് ഫോഴ്സിന് വെള്ളം വരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞിന് അപ്പോഴത് വേണം. പിന്നെ കുറച്ച് നേരം കുഞ്ഞിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഉച്ചയ്ക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. ആവശ്യത്തിന് വെള്ളം വെച്ചു, ഉപ്പിട്ടു, ഗ്രാമ്പു, ഏലക്ക, പട്ട, പെരുംജീരകം അതെല്ലാം ഇട്ടു. പിന്നെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു. ഒരു 15 മിനിറ്റ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സെപ്പറേറ്റ് അരി തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും അരി വെള്ളത്തിലിടേണ്ടതാണ്. പിന്നെ ബിരിയാണി വെക്കണമെന്നൊരു പ്ലാൻ ഇല്ലാഞ്ഞത് കൊണ്ട് എനിക്ക് നേരത്തെ അരി വെള്ളത്തിലിടാൻ പറ്റിയില്ല. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അരി വെന്തിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ അരി നല്ലോണം ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, ആവശ്യത്തിന് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ എണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് നല്ലോണം ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും ആസ് യൂഷ്വൽ കിസ്മിസും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ഒന്ന് പൊങ്ങി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മുന്തിരി ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാനായിട്ട്. ഇനി നമുക്ക് അതേ എണ്ണയിൽ തന്നെ കുറച്ച് സവാള റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് അധികം സവാള എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ പറയാം. അത് നല്ലൊരു ഗോൾഡൻ യെല്ലോയിഷ് കളറാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനെപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ഇങ്ങനെ സവാള റോസ്റ്റ് ചെയ്തിടാറുണ്ട് കേട്ടോ. ചിലർക്കൊന്നും അതത്ര ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ബിരിയാണിയിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ദാണ്ട് ഏകദേശം അതൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് ബിരിയാണി വല്ലപ്പോഴും മാത്രമായിരുന്നു വീടുകളിലൊക്കെ. പിന്നെ അത് മാറി മാസത്തിലൊരിക്കലായി. ഇപ്പം വിരൽ തുമ്പിൽ നമ്മൾ വിചാരിക്കുമ്പോൾ ഫ്രണ്ടിൽ ബിരിയാണി കടകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ബിരിയാണിക്കൊന്നും വലിയ ഹൈപ്പൊന്നുമില്ല. ഇപ്പോൾ അതിനും വലിയ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ വന്നേക്കുമല്ലോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല ഒന്ന് സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന വരെയും നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്തേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഞാനത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നല്ലോണം തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ചിലരിത് അരച്ച് ചേർക്കാറുണ്ട്. എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പുതിനയില എൻ്റെ ഫേവറേറ്റ് ഒന്നും അല്ല, പിന്നെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇട്ട് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ വീട്ടിലെ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ പോലത്തെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അന്നമ്മയെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അമ്മ ബിരിയാണി ആയോ ബിരിയാണി ആയോ എന്ന് ചോദിച്ചിട്ട്. അന്ന് അതിന് വേണ്ട എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് അസിസ്റ്റൻ്റായിട്ട്. കാരണം ബിരിയാണിയാണല്ലോ അടുപ്പത്ത്. അതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഒരു കിണ്ണത്തിൽ ഉപ്പ് നോക്കാനെന്നും പറഞ്ഞിട്ട് ഞങ്ങൾക്കത് തരും. എന്ത് രസമാണ് ആ ഓർമ്മകളൊക്കെ. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. വേറെ ഒന്നും തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ മസാലയൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ഇത് കണക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗരം മസാല മാത്രം വെച്ച് ഒരു ദിവസം ഒന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആഡ് ചെയ്യേണ്ടത് തൈരാണ്. ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ തൈര് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. പുളി കുറഞ്ഞ് തൈരാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും അതിൻ്റെ ആ ഒരു അരപ്പ് പിടിക്കുന്ന രീതിയിൽ. പിന്നെ ചിക്കന് പൊതുവേ വേവ് കുറവാണ്. ഇനി നമുക്ക് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യുന്ന പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ആദ്യം ഇത് ദം ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് പെട്ടെന്നൊന്ന് ചുറ്റിച്ചെടുക്കുക. പിന്നെ പകുതി ചോറെടുത്ത് ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, പിന്നെ സവാള വറുത്ത് വെച്ചിരിക്കുന്നത്, അതിലേക്ക് മല്ലിയിലയും പിന്നെ പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ 3 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് ചോറിട്ട് കൊടുക്കുക. അതൊന്ന് സെറ്റാക്കിയ ശേഷം വീണ്ടും അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, സവാള, അതുപോലെ മല്ലിയില, പുതിനയില ഇതും തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ നെയ്യും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ലോ ഫ്ലെയിമിൽ അതൊന്ന് ദം ചെയ്തെടുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് ഓക്കെ ആക്കാം നമുക്കത്. ഇനി എന്താണ്, ഉച്ചയ്ക്കത്തെ ബിരിയാണി റെഡിയാണ്. ഒരു പ്ലേറ്റിലേക്ക് ഇടാം. കുറച്ച് സാലഡ്, കുറച്ച് അച്ചാർ. അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു. പിന്നെ വൈകിട്ട് ഒരു 5:30-6 മണി സമയമായപ്പോഴത്തേക്ക് നമ്മൾ വെളിയിൽ പോയി തുളസിയിലയൊക്കെ പിച്ചുന്നുണ്ട്. നമ്മൾ വിളക്കിനൊരുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. രാത്രി കഴിക്കാനായിട്ട് ദോശയും തലേന്നത്തെ ചൂരക്കറിയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ചു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ.